ഇത്രയും സാധനങ്ങളാണ് ഞാനൊരു 2 ദിവസത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കൊഴുക്കട്ട, അവൽ നനച്ചത്, ഇങ്ങനെ അരി വറുത്ത് പൊടിച്ച്. കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെയൊക്കെ. ഇപ്പം കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്, കുറച്ചെല്ലാം നല്ലവണ്ണം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പെയ്യുമായിരിക്കും. ചെറിയൊരു വെയിലൊക്കെ വന്നു തുടങ്ങി. നിങ്ങളുടെയൊക്കെ ഇവിടെ വെയിലുണ്ടോ? ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നാളെ മുതൽ കുഞ്ഞപ്പനും കുഞ്ഞാറ്റയ്ക്കും ഒക്കെ സ്കൂളിൽ പോകണം. അപ്പം ഞാൻ ഓർത്തു കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നാളെയൊക്കെ അങ്ങ് കുറച്ച് ഫ്രീ ടൈം കിട്ടും. നേരത്തെ കഴിഞ്ഞ കൊല്ലം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. കാരണം ഞാൻ വേറൊരു പരിപാടി എനിക്ക് എക്സ്ട്രാ ആയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അങ്ങ് അതിൻ്റെ വഴിക്ക് ആ സമയത്ത് നടന്നു പോയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ഫ്രീ ടൈംസ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ ടി വി സിനിമയും കണ്ടിരിക്കുക, പിന്നെന്താ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടികൾ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിലും തലേന്ന് ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കും, തേങ്ങ ചിരണ്ടി വെക്കും, മാവരച്ച് വെക്കും. അതൊക്കെ ആസ്യൂഷൻ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കൊല്ലമായപ്പോഴേക്കും ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയില്ലേ, അപ്പം എനിക്ക് കുറച്ചും കൂടി, പിന്നെ കുഞ്ഞൂസും ഉണ്ട്, കുഞ്ഞൂസും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമല്ലേ, അപ്പം എനിക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ടൈം കണ്ടെത്തേണ്ടത് എൻ്റെയും കൂടി ഒരു ആവശ്യമായത് കാരണം ഞാനപ്പം കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് തോന്നി ഇത് കൊള്ളാലോ, എന്നാൽ പിന്നെ അപ്പം ഇന്ന് സൺഡേ ആണ്, നാളെ മുതൽ പോകണം. അപ്പം ശരി, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, അതായത് ഞാൻ ഇന്ന് ചെയ്യുന്നത് അടുത്ത 2-3 ദിവസത്തേക്കുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങളെ കാണിക്കാം. ഇതിപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാരിൽ, വീട്ടിൽ ജോലിക്കൊന്നും പോവാതിരിക്കുന്ന അമ്മമാർക്കും യൂസ്ഫുള്ളായിരിക്കും. അതിനേക്കാളും കൂടുതലും വർക്കിംഗ് വുമൻസ് ആയിട്ടുള്ളവരില്ലേ ഉണ്ടാവില്ലേ, അവർക്ക് നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ചിലപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഒരു 1-1.5 മണിക്കൂർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാത്ത ദിവസങ്ങളിൽ, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം കൂടുതൽ പിടിക്കാനായിട്ട് പറ്റും. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാരണം എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കാര്യപരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പൂന്തോട്ടം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇതിലേക്ക് എത്തി നോക്കിയിട്ട്. ആ ജനലിൻ്റെ അവിടെ ഇരിക്കുന്നത് കണ്ടോ, അതാട്ടോ എൻ്റെ പൂന്തോട്ടം. കുപ്പികളിൽ വെള്ളം നിറച്ച് ഓരോ ചെടികൾ ഇങ്ങനെ വെള്ളത്തിൽ വളരുന്ന ചെടികളൊക്കെ ഞാനിങ്ങനെ കുപ്പിക്കകത്തേക്ക് അങ്ങ് ഇട്ട് വെച്ചിരിക്കുവാണേ. അപ്പം കുറേ ദിവസമായി അതിലെ വെള്ളമൊക്കെ തീരാനായി, വറ്റി ഇരിക്കുന്നു. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്നും കൂടി വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾ ഹൈ റേഞ്ചിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഒരുപാട് ചെടികളുണ്ടായിരുന്നു വീട്ടിൽ. അതിങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന ചെടികളൊന്നുമല്ല. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട്, ചേച്ചി എനിക്ക് ആ ചെടിയുടെ ഒരു കമ്പ് തരുമോ, ഇച്ചിരി വിത്ത് തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വാങ്ങുന്ന ചെടികളാണ്. വാങ്ങിയ ചെടികൾ എന്ന് പറയാനായിട്ട് ആ കൂട്ടത്തിൽ 1-2 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികൾ ഒരുപാടുണ്ടായിരുന്നു അവിടെ, ഓരോ വീടുകളിൽ നിന്നും കിട്ടുന്നത് തന്നെ. ഇപ്പോൾ പക്ഷേ എല്ലാവർക്കും കടകളിൽ നിന്നൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടത്തില്ലേ. അത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ പൂന്തോട്ടങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ കല്യാണിയുടെ വീഡിയോ കണ്ടിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. പനിക്കൂർക്കല വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമില്ല, നമ്മുടെ മുറ്റത്ത് എങ്ങനെ നിൽക്കുന്നോ അതുപോലെ. ഇപ്പോൾ ഇത് 2 ആഴ്ചയ്ക്ക് മേലെയായി. ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇനിയും കുറച്ച് ദിവസം കൂടെ നിൽക്കുമെന്ന് തോന്നുന്നു. അതുപോലെ നിൽക്കും. ഞാൻ ഇതിനകത്ത് ഈ പനിക്കൂർക്കലയും പിടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. പക്ഷേ ബാക്കിലൊക്കെ ഭയങ്കര സൗണ്ടായത് കാരണം അത് കേൾക്കാനായിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അത് കാരണം ഞാൻ ആ വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കോപ്രായങ്ങളായിട്ട് തോന്നിയേക്കാം. അവിടെ ഇരുന്ന ആ ചെടികളുടെ പരിചരണം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറേ പച്ചക്കറി എടുത്ത് വെള്ളത്തിലിട്ടു. എന്നിട്ട് ഇതിനെ അതിപ്പോൾ വിഷമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കും കേട്ടോ. വിഷവിമുക്തമാകുമോ എന്നൊന്നും അറിയില്ല, എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഞാനാണെങ്കിൽ ഒരു മെനു തയ്യാറാക്കിയിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്തൊക്കെ സാധനങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ, ലഞ്ച് വേണ്ടേ, ഈവനിങ് സ്നാക്സിന് എന്ത് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് അതനുസരിച്ച് സാധനങ്ങളും വാങ്ങാം. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് വാങ്ങിച്ചത് കുറേ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ പച്ചക്കറി അവിടെ കിടക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് അരി വറുത്ത് പൊടിച്ച് വെച്ചേക്കാം. ഞാൻ ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ കൂടുതലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ പഴം പുഴുങ്ങി കൊടുക്കും ചില ദിവസം പയർ പുഴുങ്ങി, ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങ ചിരണ്ടിയിട്ട് കൊടുക്കും. പിന്നെ കൊഴുക്കട്ട, അവൽ നനച്ചത്, ഇങ്ങനെ അരി വറുത്ത് പൊടിച്ച് ചിലപ്പോൾ ഉണ്ടയായിട്ട് കൊടുക്കും, അല്ലാണ്ട് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്നതും ഏതായാലും എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ കൊടുക്കുന്നത് പൊതുവേ കുറവാണ്. ഇളക്കി എൻ്റെ കൈമെടുത്തപ്പോഴേക്കും ഞാൻ പതുക്കെ ആയുധം ലിച്ചേട്ടൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച്. അങ്ങനെ ഞങ്ങൾ 2 പേരും മാറി ഇളക്കി ഒരു വിധം അരി വറന്ന് വന്നു. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വെക്കണം. ഞാനിത് വറുത്ത് മാറ്റി വെക്കേണ്ട താമസം ലിജേഷേട്ടനടക്കം ഓരോരുത്തരും വന്ന് ഇടയ്ക്കിടയ്ക്കേ കൈയിട്ട് വാരി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനെയും ഞാൻ പേടിപ്പിച്ച് ഓടിച്ചു.
ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിച്ച് വെക്കണം. നാളെ അവർക്ക് ഫ്രൈഡ് റൈസ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. എപ്പോഴും അതുങ്ങൾ ഈ ചോറാണ് കൊണ്ടുപോകുന്നത്. പിന്നെയും കുഞ്ഞപ്പൻ രാവിലെ ദോശയോ ഇടിയപ്പോ ഒക്കെ ആണെങ്കിൽ അവൻ അത് കൊണ്ടുപോയിക്കോളും. അപ്പം ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും ഒലീവ് ഓയിലും കൂടി ഒഴിച്ചാണ് അത് വേവിക്കുന്നത്. അങ്ങനെ അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ എന്നാൽ അരിഞ്ഞെടുത്തേക്കാന്ന് വിചാരിച്ചു. ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. എൻ്റെ കുഞ്ഞൂസിനൊരു കഷ്ണം വെക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നൊരു മാങ്ങാപ്പഴം ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളേ. അപ്പം കുഞ്ഞൂസിനെ വൈകുന്നേരം അച്ഛൻ വന്ന് എടുത്തിട്ട് പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് കിട്ടൂലല്ലോ. അത് കാരണം എനിക്ക് 3 പേരിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം എടുത്ത് മാറ്റി വെക്കാൻ ഞാൻ പ്രത്യേകം ലിജുചേട്ടനോട് പറഞ്ഞാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി ഉഴുന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് എൻ്റെ കൈ തട്ടിക്കാലം താഴെ വീഴാൻ പോയത്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഈശ്വര അതിനകത്ത് മാവെങ്ങാനും ഉണ്ടായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ പണി കിട്ടുന്നതിനായിരിക്കുമല്ലോ 1 പണിക്ക് 2 പണി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മാവൊക്കെ അരച്ച് കലത്തിനകത്തേക്ക് ഒഴിച്ചു വെച്ച് എന്നിട്ട് ഞാൻ എൻ്റെ കൈ പൊള്ളിയേക്കുന്നത് കാരണം കൈ വെച്ചെടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാധനമില്ല, ഈ ഇളക്കുന്ന അത് വെച്ചിട്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ചിട്ട് ഞാൻ തെർമൽ കുക്കറിനകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്തത്. നാളെ അവർക്ക് ഫ്രൈഡ് റൈസ് കൊടുത്തു വിടേണ്ട കാരണം അരിയൊന്നും തിളപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കുക്കറിനകത്ത് ഇറക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ പതഞ്ഞ് പൊന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമേ. ഞാൻ മാറൂല. അപ്പം ഞാൻ അടുക്കളയിലെ പണിയെല്ലാം കുറച്ചൊന്ന് ഒതുക്കിയിട്ട് വന്നപ്പോഴേക്കും അച്ഛനും മക്കളും കൂടെ അവിടെ ടെക്സ്റ്റിനിരുന്ന് പൊതിയിടുന്നുണ്ട്. 3-4 എണ്ണം കൂടി പൊതിയിടാനായിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റൻ ലിജേഷേട്ടനായിരുന്നു കേട്ടോ. കുഞ്ഞപ്പൻ അവിടെ ഇങ്ങനെ പ്ലെയിനും പറത്തി കളിച്ച് നടപ്പുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ ചെന്നിരുന്ന് അവരെ സഹായിച്ചു. അതായത് നെയിം സ്ലിപ്പ് ഒട്ടിക്കുക, അത് എഴുതി കൊടുക്കുക, സ്റ്റാപ്ലെയർ അടിക്കുക, ഇതൊക്കെ ഈ കൊല്ലം ഞാൻ ചെയ്തുള്ളൂ. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം എല്ലാം എൻ്റെ തലയിൽ തന്നെയായിരുന്നു. ലിജേഷേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല, കാരണം പുള്ളിക്കാരൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ കൊല്ലം ലിജേഷേട്ടൻ എല്ലാ ബുക്കും പൊതിയിട്ട് എല്ലാം ആക്കണം, ഞാനൊന്നും ചെയ്യാൻ കൂടില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എല്ലാത്തിനും കൂടിയായിരുന്നു. സ്റ്റാപ്ലെയർ അടിക്കാനും നെയിം സ്ലിപ്പ് എഴുതി ഒട്ടിക്കാനും ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പൊതിയിട്ടിട്ട് ലിജേഷേട്ടനാണെങ്കിൽ കുഞ്ഞൂസിനെ കൂട്ടാനായിട്ട് പോയി. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് തിരിച്ചു വന്നു. അവൾ വരുമ്പോഴേക്കും കുറേ പണികളും കൂടിയൊക്കെ ഒതുക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല. പിന്നെ റീഫില്ല് ചെയ്ത് വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റീഫില്ല് ചെയ്ത് തലേന്നേ വെക്കണം. എണ്ണക്കുപ്പി, പൊടിവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിലായിരിക്കും മിക്കവരും തന്നെ ഇട്ട് വെക്കുന്നത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് റീഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും ഒരു എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നാളത്തേക്കുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ്. എന്നാൽ പിന്നെ പെട്ടെന്ന് പാത്രവും കൂടി കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഒരുമാതിരി പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെക്കുന്നുണ്ടായിരുന്നു. എന്നാലും ലാസ്റ്റ് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കഴുകാനായിട്ട് കാണും. അതെല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. കുറേ നേരം എന്നെ കാണാതിരുന്ന് കാണുമ്പം ഇടം വലം തിരിയാനായിട്ട് സമ്മതിക്കത്തില്ല. ഒരു പണി അവൾ വന്നു കഴിഞ്ഞാൽ ഇനി നടക്കത്തില്ല. അപ്പം അവൾ വരുന്നതിന് മുമ്പ് മാക്സിമം പണി തീർത്ത് വെക്കാനായിട്ടുള്ള തത്രപ്പാടാണിത്. അപ്പം ദേ ഇത്രയും സാധനങ്ങളാണ് ഞാനൊരു 2 ദിവസത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ചപ്പാത്തി മാവാണ്. ചപ്പാത്തി മാവും കൂടി കുഴച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ട് ഇത് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കി വെക്കുകയാണ്. കുറച്ച് ടൈറ്റായിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അതനുസരിച്ച് വെച്ചോളാം. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ അരി, ഇത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് നാളത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇതിനുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ട് നാളത്തെ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചിരണ്ടി വെച്ചു. പിന്നെ ഇത് പയറുമെഴുക്ക് പുരട്ടി, നാളെ പയറുമെഴുക്ക് പുരട്ടി സാമ്പാറും കൂടി ആക്കാമെന്ന് ഓർത്തു. പിന്നെ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ളതാണ്. ഇത് കോവയ്ക്ക. പിന്നെ ഇത് നാളത്തെ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിച്ച് വെച്ചത്. അപ്പോൾ ഇത്രയും ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കൊരു 2 ദിവസത്തേക്ക് പണി എളുപ്പമാവുമേ. നല്ല
വമ്പൻ മഴ. ഏതെങ്കിലും വണ്ടി വരുമ്പം അതിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും, നല്ല മഴ വരുന്നത്. കുഞ്ഞൂസിനെ കൂട്ടാനായിട്ട് കുഞ്ഞാപ്പനും ലിജേഷേട്ടനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോഴേക്കും നല്ല മഴ, നല്ല അടിപൊളി മഴയത്ത് നല്ല അടിപൊളി മഴയത്ത് എവിടെ പോയതാന്നു? അച്ചോ ആയോ. ഉമ്മതാ. കുറേ നേരം കാണാതിരിക്കുമ്പോൾ എന്നുള്ള എൻ്റെ സ്ഥിരം കലാപരിപാടികളാണിത്. പിന്നെ ഒരെണ്ണം അങ്ങാണ്ടും കൂടി പൊതിയിടാനുണ്ടായിരുന്നു. അപ്പോൾ ലിജേഷേട്ടൻ പെട്ടെന്ന് അതും തന്നെ പൊതിയിട്ടാനായിട്ടിരുന്നു. കുഞ്ഞൂസും അവിടെ സഹായിക്കാനായിട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവളുടെ സഹായം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സഹായമായിരിക്കും. ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും അതിൽ സ്കൂൾ ഗ്രൂപ്പിലെ മെസ്സേജിൽ കിടക്കുന്നു, നാളെ ഇടുക്കി ജില്ലയ്ക്ക് അവധിയാണ്, റെഡ് അലേർട്ട് കാരണം. ഇത് ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.